ഭൂനികുതി. സാർ, സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിൻ്റെ വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപയും ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 30 രൂപ എന്നുള്ളത് 45 രൂപയാവും. സാർ, പഞ്ചായത്ത് പ്രദേശത്ത് 8.16 വരെ 20 സെൻറ്റ് വരെ 6.1 പ്രതിവർഷം 5 രൂപ, 6.1 പ്രതിവർഷം 7 രൂപ 50 പൈസയാവും. 8.6 മുകളിൽ 6.1 പ്രതിവർഷം 8 രൂപ, അത് 6.1 പ്രതിവർഷം 12 രൂപയാവും. സാർ, മുനിസിപ്പൽ കൗൺസിൽ പ്രദേശം 2.46 വരെ 6.1 പ്രതിവർഷം 10 രൂപയായിരുന്നു, അത് 6.1 15 രൂപയാവും. 2.6 മുകളിൽ 6.1 പ്രതിവർഷം 15 രൂപയായിരുന്നു, 6.1 22.5 രൂപയാവും. മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 1.626 വരെ 6.1 പ്രതിവർഷം 20 രൂപ, പുതുക്കിയത് 6.1 പ്രതിവർഷം 30 രൂപ. 1.626 മുകളിൽ 6.1 പ്രതിവർഷം 30 രൂപയായിരുന്നത് 6.1 പ്രതിവർഷം 45 രൂപയാവും. ഇതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഭൂമിയുടെ പാട്ടം. സാർ, 2023-24 വർഷത്തെ പാട്ടം 445.35 കോടി രൂപ 39 കോടി രൂപയാണ്. 23-24 സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാനായത് 9.18 കോടി രൂപ മാത്രമാണ്. പാട്ട നിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ വിമർശനമായി വരുന്നത്. ബിസിനസ് എളുപ്പമാക്കുന്നതിൻ്റെയും സംരംഭകത്വ വികസനത്തിൻ്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ട നിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിൻ്റെ ആവശ്യകത സർക്കാർ കാണുന്നു. കമ്പോള വിലയ്ക്ക് പകരം സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കുകയും ചെയ്യും. കുടിശ്ശികയുള്ള പാട്ടത്തുകകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സർ, വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ജനാധിപത്യത്തിൻ്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. സർ, ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധവെറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു. ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട്. ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിലും ഉണ്ടാകും. ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത്. സർ, ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബഡ്ജറ്റുകളും. ഭാവി കേരളത്തിൻ്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്.